നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കുളത്തൂപ്പുഴ വനം മ്യൂസിയ അങ്കണത്തിൽ BSSന്റെയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ ഗവൺമെന്റ് UPSലെ കുട്ടികളുമായി പരിസ്ഥിതി ദിന സന്ദേശ സംവാദം സംഘടിപ്പിച്ചു. BSS എക്സിക്യൂട്ടീവ് അംഗം രാജീവ് നടരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BSS സെക്രട്ടറി പ്രഭാത് കുമാർ സ്വാഗതം പറഞ്ഞു. ഹിസൈനസ് പത്മനാഭദാസ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീബി, വൈസ് പ്രസിഡന്റ് T. തുഷാര, വാർഡ് മെമ്പർ P. ജയകൃഷ്ണൻ, കുളത്തൂപ്പുഴ ഡെപ്യൂട്ടി RO S. സജിത് കുമാർ, BSS ഭാരവാഹി കൈരളി എന്നിവർ സംസാരിച്ചു. നമ്മളിന്ന് താമസിക്കുന്ന ഭൂമി, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ഇതൊക്കെ പ്രകൃതിയുടെ സംഭാവനകളാണ്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ കൈകടത്തൽ മൂലം ഇന്ന് പ്രകൃതി തകിടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ പത്രമൊക്കെ എടുത്ത വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂകമ്പം, അതല്ലെങ്കിൽ വരൾച്ച, പൊടിക്കാറ്റുകൾ, ഇതൊക്കെ നിങ്ങൾ പത്രത്തിലും TV-യിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. ഇതെല്ലാം മനുഷ്യന്റെ അത്യാർത്തി മൂലം പ്രകൃതിയിലേക്കുള്ള കൈകടത്തൽ മൂലം ഉണ്ടായതാണ്. പത്മനാഭദാസൻ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ ക്ഷണിച്ചു. കുട്ടികളാണ് അവര്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊരിക്കൽ ഇവിടെ കുട്ടികളുടെ പ്രായത്തിൽ ആയിരുന്നപ്പോൾ ഞങ്ങളൊരിക്കൽ പൊൻപുടി പോകണ്ടായി. കുട്ടികളന്ന് ചെറിയ പ്ലാസ്റ്റിക് ജ്യൂസ് കുടിച്ചിട്ട് കുപ്പി എടുത്ത് വെളിയിലിട്ടു. ഞാൻ വണ്ടി നിർത്തിയിട്ട് അവിടെ പോയി എടുക്കാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് നമ്മളൊരിക്കലും ഒരിടത്തും കളയാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരിടത്തും കളയാൻ പാടില്ല. അത് കാര്യം പ്രത്യേകിച്ച് നല്ലൊരു കാട്ടിൽ ഒരിക്കലും കളയരുത്. അവിടെ ഉള്ള ആനയോ എന്തായാലും എന്ത് മൃഗങ്ങൾ ഇത് കഴിച്ചാലും അതിന് സാരമായ കുഴപ്പം വരും. അന്നുതൊട്ട് ഇതുവരെ പ്ലാസ്റ്റിക് റോഡിലിട്ടിട്ടില്ല. കാണുകയാണെങ്കിൽ ഡസ്റ്റ്ബിന്നെ മാത്രമേ ഇടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഏത് നല്ല വിനോദസഞ്ചാര സ്ഥലത്ത് പോയാലും പ്ലാസ്റ്റിക്കിന്റെ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ കുഴപ്പം. അത് നമ്മൾ ആരെയും ഒരു ഭരണത്തിനെ കുറ്റപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം നോക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് പ്ലാസ്റ്റിക് നമ്മൾ ഒരിക്കലും ലിറ്റർ ചെയ്യാൻ പാടില്ല. കഴിയുന്നതും ബയോഡിഗ്രേഡബിൾ സാധനങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. വരും തലമുറയ്ക്ക് നിങ്ങൾക്കൊരു പാട്ട് തന്നെ ഉണ്ടല്ലേ? എന്തുള്ള ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അപ്പം അത്രത്തോളം നമ്മുടെ ഭൂമിയും പരിസ്ഥിതിയും ഒക്കെ മലിനമായിക്കൊണ്ടിരിക്കുന്നു. ആരാണ് മലിനമാക്കുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പരിസരത്തും നമ്മുടെ വീടുകളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേർതിരിക്കുക, അത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കുവാൻ കുടുംബക്കാരെ പ്രാപ്തരമാക്കുക. നമ്മൾ സ്കൂളുകളിൽ നമ്മൾ വാങ്ങുന്ന ഒരു മുട്ടായി കവർ പോലും നമ്മളതെല്ലാം വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ സൂക്ഷിച്ച് മാറ്റുകയോ വയ്ക്കണം. നമ്മൾ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്താതിരിക്കുക. ചെറിയ നീരൊഴുക്കുകളെയെല്ലാം അതിന് ഒഴുകിപ്പോകാനുള്ള അവസരം കൊടുക്കുക. ഒഴുകിപ്പോകാതിരിക്കുമ്പോഴാണ് നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ മഴക്കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നടന്നു വരാൻ പറ്റാത്ത നിലങ്ങൾ നികത്തിയും മണ്ണിട്ട് മൂടിയും വലിയ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി വെള്ളപ്പൊക്കം, പ്രളയം പോലെയുള്ള മഹാസംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തെ നമുക്ക് പച്ച പുതപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ള ബഹുമാനിയർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ അറിയാമില്ലേ? നമ്മൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടില്ലാത്തതുപോലെ നിരവധിയായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ അനുഭവിക്കുകയുണ്ടായി അല്ലേ? 2 ദിവസം മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രധാനപ്പെട്ട പാലങ്ങളടക്കം മുങ്ങിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രകൃതിയെ നമ്മൾ അത്രത്തോളം ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ മഴ വരുമ്പോൾ പോലും നമുക്ക് താങ്ങാൻ. എന്നെ ജനിപ്പിച്ച അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു തൈ നടാം. ഒരു തൈ നടാം. ആർക്ക് വേണ്ടി? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടാം. പിന്നെ ആർക്ക് വേണ്ടി? ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി.
നമ്മുടെ നല്ല നാളുകളാണ് മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ തണലാസ്വദിച്ച്, ഈ പ്രകൃതി ആസ്വദിച്ച്, മലചുരന്നൊഴുകുന്ന കടലിലേക്ക്, മലചുരന്നൊഴുകുന്ന നദിയിലെ വെള്ളമാണ് നമ്മൾ കഴിക്കുന്നത്. അമ്മയുടെ മുലപ്പാല് പോലെ പവിത്രവും അത്രത്തോളം തീവ്രമായ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് ചാലുകളിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പം തുടർന്ന് കുളത്തൂപ്പുഴ ഗവൺമെന്റ് UPSലെ സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ സ്കൂൾ മാഗസിന്റെ പ്രകാശന കർമ്മം ഹിസ് ഹൈനസ് പത്മനാഭദാസ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ നിർവഹിച്ചു. തുടർന്ന് ആദിത്യവർമ്മ തമ്പുരാനും ജനപ്രതിനിധികളും വനം മ്യൂസിയ പരിസരത്തിനുള്ളിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ആദിത്യവർമ്മ തമ്പുരാൻ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും കുളത്തൂപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.